യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ, അമ്പ യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ, അമ്പരെ വരുന്ന നാളെന്തു മനോഹരം, അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പ യെരൂശലേം തന്മണവാളനു വേണ്ടി അലങ്കരിച്ച്, തന്മണവാളനു വേണ്ടി അലങ്കരിച്ചുള്ളൊരു മണവാട്ടി തന്നെ ഈ കന്യക, ഉള്ളൊരു മണവാട്ടി തന്നെ ഈ കന്യക. രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ, രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ, സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടിടും, സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടിടും. അമ്പ യെരൂശലേം പ്രവർത്തികൾ ആയുള്ള ചേലയെ, നല്ല പ്രവർത്തികൾ ആയുള്ള ചേലയെ, മന്നാമിഴി ധരിക്കും കൊണ്ടഭിരാമമായി, മന്നാമിഴി ധരിക്കും കൊണ്ടഭിരാമമായി. കനകവും മുത്തും രക്തം ഇവളണിയില്ലെങ്കിലും, കനകവും മുത്തും രക്തം ഇവളണിയില്ലെങ്കിലും, സുമുഖിയാം ഇവൾ കണ്ഠം ബഹുരമണീയമാം, സുമുഖിയാം ഇവൾ കണ്ഠം ബഹുരമണീയമാം. അമ്പ യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ, അമ്പ യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ, അമ്പരെ വരുന്ന നാൾ എന്തു മനോഹരം, അമ്പരെ വരുന്ന നാൾ എന്തു മനോഹരം. അമ്പ യെരൂശലേം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് പ്രക്ഷേപണം ചെയ്യുന്നതിൽ ബ്രദർ ഡോക്ടർ മാത്യൂസ് ഫറീസ് അവറുകളോടും കുടുംബത്തോടും വേർഡ് ടു വേർഡ് ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകരോടുമുള്ള നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ അറിയിക്കുന്നതോടൊപ്പം പ്രസ്തുത ചാനലിനെയും പ്രവർത്തകരെയും ദൈവം തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ പ്രസക്തിയിൽ മാനസിക സംഘർഷത്തിലും മാനുഷ്യ പ്രയാസത്തിലും ഇരിക്കുന്നവർ ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്താൽ നിങ്ങൾ ശക്തി പ്രാപിക്കും, ഈ വചനത്താൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും, ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തും, ഈ വചനത്താൽ നിങ്ങൾ ധൈര്യം പ്രാപിക്കും. യേശു കർത്താവിൻ്റെ തിരുജനനത്തിൻ്റെ ഉദ്ദേശം തന്നെ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ
അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രവചനത്തിൻ്റെ ഫലമായി ലോകത്തിൽ പിറന്ന യേശുക്രിസ്തുവിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനം. കേന്ദ്രബിന്ദു യേശുക്രിസ്തുവാണ്. ആദിയിൽ തുടങ്ങി ആമീനിൽ അവസാനിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ ലോകത്തിൻ്റെ രക്ഷകനായ യേശുവിനെയാണ് പ്രതിപാദിക്കുന്നത്. വരുവാനുള്ള ലോകത്തിൽ നിത്യരാജാവായി യുഗായുഗം വാഴുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ആ ദൈവസ്നേഹത്തിൽ നിറയുവാൻ ഈ വചനത്താൽ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവം തമ്പുരാൻ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളുടെ ഭവനത്തിൻ്റെ പ്രയാസങ്ങളെ മാറ്റിമറിക്കും. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിങ്ങൾ കണ്ടേക്കാം. എങ്ങനെ നടക്കും, എങ്ങനെ ഭാരമുള്ള, എങ്ങനെ ആര് കാര്യങ്ങൾ നടക്കുമെന്നുള്ള ചിന്തിച്ചിരിക്കുന്നവർ കണ്ടേക്കാം. ധാരാളം ആളുകളെ പഠിക്കുമ്പോൾ, അനുദിന ജീവിതത്തിൽ അനേകരെ കണ്ടുമുട്ടുമ്പോൾ, ചെറിയ ആളുകൾ മുതൽ വലിയ ആളുകൾ വരെ നമ്മൾ തരംതിരിക്കുന്നവരുടെ എപ്പോഴപ്പെട്ടവരെയും ദൈവമാണ് സംരക്ഷിക്കുന്നത്, ദൈവമാണ് കാത്തുകൊള്ളുന്നത്. എനിക്ക് പലപ്പോഴും തോന്നുന്ന പല ചിന്തകളുണ്ട്. ചില പട്ടിണി പാവങ്ങളുള്ള രാജ്യങ്ങളുണ്ട്. അവിടെ ജീവിക്കുവാൻ പോലും വകയില്ല, മാർഗങ്ങളില്ല. ജീവിക്കുവാൻ മാർഗങ്ങളില്ലാത്ത രാജ്യങ്ങൾ, അവരും ദൈവ സൃഷ്ടിയാണ്. അവർക്കും ആത്മാവുള്ളതാണ്, അവർക്ക് മനസ്സും ശരീരവും ഉള്ളതാണ്. ദൈവം എന്നെയും നിങ്ങളെയും എത്ര ഉന്നതമായിട്ടാണ് നടത്തുന്നത്. എന്നെയും നിങ്ങളെയും ദൈവം എത്ര ഉന്നതമായിട്ടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നാളിതുവരെ നടത്തിയത് എത്രയോ ഉന്നതകരമായിട്ടാണ്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ്റെ അത്ഭുത കരുണ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ശാപം കെട്ട ജന്മമാണെന്ന് ജന്മദിവസത്തെ ശപിക്കുന്നവരാകരുത്. നിങ്ങളുടെ നാവ് കൊണ്ടത് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് ഭവിക്കും. നിങ്ങളത് പറയരുത്. നിങ്ങളെന്തിനാണ് ജന്മദിവസത്തെ ശപിക്കുന്നത്? ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തിനാണ് എൻ്റെ ജീവിതമെന്ന്? അഹങ്കാരമാണ് അതിൻ്റെ പേര്. അത് പറയരുത്, ഒരിക്കലും ഇത് പറയരുത്. കാരണം ദൈവത്തിന് എന്നെപ്പറ്റി നിങ്ങളെപ്പറ്റി ഒരു പർപ്പസുണ്ട്. ആ പർപ്പസിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ പർപ്പസാണ്. ഈ ദൈവവചനം ഇന്ന് നിങ്ങളോട് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പർപ്പസ്. ഈ സമയത്തുള്ള എൻ്റെ പർപ്പസ് അതാണ്. ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളത് അറിയുമ്പോൾ, അത് എൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയാണ്. ഈ വചനത്താൽ നിങ്ങൾക്ക് ഒരു പുതിയ ശക്തി ലഭിക്കും, ഒരു പുതിയ രൂപാന്തരം പ്രാപിക്കും. നിങ്ങളുടെ ഭവനത്തിൻ്റെ സമൂലമായിട്ടുള്ള മാറ്റം സംഭവിക്കും. തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവം കേൾക്കാത്ത ഒരു പ്രാർത്ഥനയുമില്ല. ദൈവം അറിയാത്ത ഒരു സംഭവവുമില്ല. അതുകൊണ്ട് ദൈവികമായ കരങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ, ദൈവികമായിട്ടുള്ള സ്നേഹത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ, ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഓരോ സ്ഥാനങ്ങളിൽ അവരവർ ജനിക്കുമ്പോൾ എവിടെ ജനിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഏത് രാജ്യത്ത് ജനിക്കണമെന്നും എങ്ങനെ ഇരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആർക്കും അതിനെ ചോദ്യം ചെയ്യുവാനുള്ള അവകാശം ഇല്ല. സഭാപ്രസംഗയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ, ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്ക് നിലനിൽക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട് ചെല്ലുന്നു, കാറ്റ് തെക്കോട്ട് നിന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു, അങ്ങനെ കാറ്റ് ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു, സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല, നദികൾ ഒഴുകി വീഴുന്ന ഇടത്തേക്ക് പിന്നെയും ചെല്ലുന്നു, സകല കാര്യങ്ങളും സമാവാഹങ്ങളാവുന്നു, മനുഷ്യൻ പറഞ്ഞാൽ തീരുകയില്ല, കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല, കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല, ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു, സൂര്യൻ്റെ കീഴിൽ പുതുതായി യാതൊന്നുമില്ല. ഇത് പുതിയതെന്ന് പറയത്തക്കവണ്ണം വല്ലതുമുണ്ടോ? നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. പുരാതന ജനത്തെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ, വരുവാനുള്ളവരെക്കുറിച്ച് പിന്നത്തേതിൽ വരുവാനുള്ളതിലും ഓർമ്മയുണ്ടാകുകയില്ല. ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ദ സൈക്കിൾസ് ഓഫ് ലൈഫ്.
അർത്ഥശൂന്യമായ ചാക്രിക ജീവിതം ഒരു ജീവിതത്തിൻ്റെ കഴിഞ്ഞ് അടുത്ത ജീവിതത്തിലേക്ക് പോകുമ്പോഴുള്ള കാര്യമാണ് സഭാപ്രസംഗി 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. The endless cycles of God's natural creation illustrate the monotonous futility of all things. എന്താണ് പുതിയതെന്ന് പറയാനുള്ളത്? monotonous, tediously repetitions or lack in variety. വ്യത്യാസങ്ങളൊന്നുമില്ല അന്നുള്ളതും ഇന്നുള്ളതും, അന്ന് നടന്നതും ഇന്ന് നടന്നതും. പണ്ടും ഇത് നടക്കുന്നു, ഇന്നും ഇത് നടക്കുന്നു. എന്നാൽ ഇന്ന് മറ്റ് ആധുനിക സൗകര്യങ്ങൾ കൂടിയതുകൊണ്ട് ഇത് മറ്റേ അറിയുന്നു. പള്ളികൾ വഴക്കുകളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, ഒരു 50 വർഷം മുമ്പുള്ള ഒരു വഴക്ക് പറഞ്ഞിട്ട് ഞാൻ ഒരാളോട് പറഞ്ഞു, 50 വർഷം മുമ്പ് വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നുമില്ല, അതുകൊണ്ട് ആരും പറഞ്ഞില്ല. അന്നും ഇവിടെ ഈ വഴക്കുണ്ട്. തൊട്ടടുത്ത് പോലും അറിയില്ല. ഒരു ശബ്ദം കേട്ടാൽ ഒരു ബഹളമുള്ള അപ്പുറത്തും വരെ അറിയും, അതിനപ്പുറം അറിയില്ല. ഇന്ന് ഇത് മുഴുവൻ അറിയിക്കുവാനും ആളുകളാണ്. ഇന്നങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ആളുകൾക്ക് സ്വയമേ വലുതാകണം, ആളുകൾ വലുതാകണം. എന്നാൽ ഈ വലുതാകുന്നത് കൊണ്ട് മറ്റൊരാൾ വലുതാകാനായിട്ട് അത് ഗുണമാകുന്നുവെങ്കിൽ നല്ലത് തന്നെ. മറ്റൊരാൾക്ക് അത് അനുഗ്രഹമാകുന്നുവെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. നമ്മൾ മാത്രം വലുതായ പോരാ. നീ വലുതാകാൻ ശ്രമിച്ചാൽ നീ വലുതാകുകയില്ല. മറ്റുള്ളവരെ വലുതാക്കാൻ ശ്രമിച്ചാൽ മതി, നീ അങ്ങ് തന്നെ വലുതായിക്കോളും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തന മേഖലകളിലും പുതുമയൊന്നുമില്ല, എല്ലാം പഴയത് തന്നെ. ആധുനിക ടെക്നോളജി എന്ന് പറയുന്നത്, ഇതൊന്നുമില്ലാത്ത കാലത്തും എന്തെല്ലാം ടെക്നോളജികളുണ്ട്. കണക്കിൻ്റെ എൻജിനീയറിംഗ് കോളേജ് കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ എൻജിനീയറിംഗ് കോളേജിലെ ഡ്രോയിങ് വശമില്ലാത്ത പണ്ട് കാലത്തെ ഒരു കൽപ്പണിക്കാരൻ, അല്ലെങ്കിൽ ഒരു മേസ്ത്രി, ഒരു ആശാരി എത്രയോ ഉന്നതമായിട്ട് തടിക്കൂട്ടും കണക്കൂട്ടും ഒക്കെ പറയും. ഇന്നങ്ങനെയുള്ളവരില്ല. കാരണം ഇത് വേറൊരു കാര്യം വന്നെന്നുള്ളതേ ഉള്ളൂ. ഇന്ന് പുതുമയൊന്നുമില്ല. ഇന്ന് പുതുമയൊന്നുമില്ല. സൂര്യൻ്റെ കീഴെ നടക്കുന്ന അത് ഈവൻ മെമ്മറീസ് ഓഫ് മാൻസ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, efforts to attain worth while accomplishments are soon forgotten. ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന അർത്ഥശൂന്യത, ശൂന്യമല്ലാത്ത ഒന്ന്, അതാണ് ആ 11-ാം വാക്യത്തിൽ. പുരാതന ജനത്തെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ, വരുവാനുള്ളവരെക്കുറിച്ച് പിന്നത്തേതിൽ വരുവാനുള്ളവർക്കും ഓർമ്മയുണ്ടാകുകയില്ല. പണ്ടൊരു വീട്ടിൽ ഒത്തിരി കുട്ടികളുണ്ട്, ഇപ്പം കുഞ്ഞുങ്ങളില്ല. ആരെങ്കിലും ഒരു കൊച്ചുണ്ടെങ്കിൽ അത് വലിയ VIP. ആ കൊച്ചിനെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചു നോക്കുന്നു. അപ്പോൾ ഈ ലോകത്തിലെ തകർച്ചയെപ്പറ്റിയാണ് ഈ ഭോഗത്ത് കാണുന്നത്. ലോകത്തിൻ്റെ തകർച്ചയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓർത്തോണം. അതുകൊണ്ട് നമ്മൾ തകരാനല്ല, തകർച്ചയായി എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന സഹോദരി, നിൻ്റെ ജീവിതത്തെ നീ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് നിനക്കതിൽ നിന്ന് ഒരു പൂർണ്ണത ലഭിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിനക്ക് മറ്റൊന്നിലേക്ക് തിരിയുവാനുള്ള ദൈവകൃപ ലഭിക്കണം.
മറ്റൊരാളിൻ്റെ എന്തെങ്കിലും കണ്ണ് നിനക്ക് വേദന വരരുത്. എനിക്കതില്ലല്ലോ, അവനതുണ്ടല്ലോ, അല്ലേ? അത് വലിയ പാടാണ്. എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല, അവനും അത് ഉണ്ടാകില്ല. എന്തൊരു ക്രൈസാണ്, എന്തൊരു കഷ്ടമാണ്, പാപമാണ്, പൈശാചികമാണ്. അത് പിശാചിൻ്റെ സ്വഭാവമാണ്. അങ്ങനെ ഒരു ചിന്ത വരുന്നത് പൈശാചിക സ്വഭാവമാണ്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ സമാപ്തി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മ ചെയ്ത് മുൻപോട്ട് പോയാൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് വേറൊരു തലമുറയ്ക്കാണ്, മറ്റൊരു തലമുറയ്ക്കാണ്. നമ്മൾ തുടങ്ങി വയ്ക്കുന്നതും നമ്മൾ നടത്തുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും ശരിയായ മനസ്സോടുകൂടി, ശരിയായ ആത്മാവോടുകൂടിയും ശരിയായ ആത്മാർത്ഥതയോടുകൂടി ഒരു ദൈവപൈതൽ ചെയ്യുന്ന, ദൈവത്തെ വിചാരിച്ച് ചെയ്യുന്ന ഒരാൾക്കതിന് പ്രതിഫലമുണ്ട്. പിന്നെ പിശാചും പണിയും, പിശാചും കാര്യങ്ങൾ ചെയ്യും കേട്ടോ. എന്നാൽ ഈ പിശാചിന് കാര്യങ്ങൾക്ക് നിലനിൽപ്പില്ല. യേശുവിനെ 3 ദിവസം ക്രൂശിൽ കയറ്റാം, എന്നാൽ ആ യേശു 3-ാം ദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കും. മരണപ്പെട്ട അന്ന് തന്നെ അവന് പറുദീസ ലഭിച്ചു. യേശുവിന് നിന്നെ സമൂഹത്തിന് തല്ലിക്കൊന്ന് തല്ലിച്ചതച്ച് നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കാം, നീ നശിക്കുകയില്ല സഹോദര, നീ നശിക്കുകയില്ല സഹോദരി. അത് ഈ ലോകത്തിൻ്റെ ഒരു ചാക്രിയമാണ്, ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ വളരാൻ സാധിക്കണം. വിശ്വാസത്തിൽ വളരുമ്പോഴാണ് ഇതിനുള്ള ഒരു ബലം കിട്ടുന്നത്. ഇത് ബലം കിട്ടുവാൻ സാധിക്കുന്നത് ഇന്നത്തെ ആധുനിക യുഗത്തിൽ വിശ്വാസത്തിൽ വളരാൻ സാധിക്കാത്തതിന് കാരണം പ്രാർത്ഥനയും വേദപുസ്തക പഠനവും മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉടനെ റിസൾട്ട് എല്ലാവർക്കും വേണം. എന്തെങ്കിലും ചെയ്ത് ഉടനെ എന്തെങ്കിലും ആകണം. സാധ്യമല്ല, സാധ്യമല്ല. ഇന്ന് ഞാനിവിടെ ഇരുന്നത് പ്രസംഗിക്കുന്നെങ്കിൽ നാളിതുവരെയുള്ള ബലഹീനമായ എൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കുകയില്ല. എൻ്റെ കുറവുകളും ബലഹീനതകളും ഓർക്കാതെ ദൈവത്തിൻ്റെ കണ്ണിൽ ഞാൻ ദൈവത്തിനിഷ്ടമുള്ള ഒരു ഇഷ്ടപുത്രനായെന്ന് ദൈവം എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. നീയും അങ്ങനെ തന്നെയാ സഹോദര, സഹോദരി. നീ ഭൂമിയിലായിരിക്കുമ്പോൾ നിനക്ക് മറ്റ് ചിന്തകളുണ്ടാകുമ്പോഴാണ്, നിനക്ക് മറ്റു ഭാരങ്ങളുണ്ടാകുമ്പോഴാണ് നിൻ്റെ മനസ്സും മാറി, നിൻ്റെ ആത്മാവും മാറി, നിനക്കങ്ങ് ദേഷ്യവും വന്ന് ആരോട് എന്തിന് ഏതിന് പകയും ദേഷ്യവും വരുത്തണം. പണ്ടൊരാളെപ്പറ്റി ഈയിടെ ഒരാൾ പറഞ്ഞു, അയ്യോ അതൊരു ശത്രുക്കളുടെ ഫാക്ടറിയാണ്. ശത്രുക്കളുടെ ഫാക്ടറി പെട്ടെന്ന് മനസ്സിലായില്ല. ശത്രുക്കളെ ഉണ്ടാക്കുക, ചുമ്മാ ശത്രുക്കളെ ഉണ്ടാക്കുക. ഞാനും നിങ്ങളും ശത്രുക്കളുടെ ഫാക്ടറി ആകരുത്, മിത്രങ്ങളുടെ ഫാക്ടറികളായി മാറണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എപ്പോഴും ഒന്നും ഇഷ്ടമായിരിക്കുന്നു വരികയില്ല. ഇഷ്ടമായിക്കൊള്ളട്ടെ, ഇഷ്ടമായിക്കൊള്ളാതിരിക്കട്ടെ,
എന്തെങ്കിലും ഒരു കാലത്ത് അത് മനസ്സിലാകും. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ ശാരീരിക അസ്വസ്ഥതകളും ക്ഷീണങ്ങളും രോഗങ്ങളും കൊണ്ട് അത് നിന്നുപോയി നിലച്ചുപോയി എന്ന് തോന്നരുത്. അയ്യോ, ഇനി എനിക്കത് ചെയ്യാൻ പാടില്ലല്ലോ, എനിക്ക് ചെയ്യാൻ ഒക്കുകയില്ലല്ലോ, ഇതെങ്ങനെ പോകും, എങ്ങനെ നടക്കുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടരുത്. നിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ ഇന്ന് നടക്കും. നിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ, ഒരു മഹാത്മാഗാന്ധിജി ഉണ്ടെങ്കിൽ, ഒരു ഏബ്രഹാം ലിങ്കൺ ഉണ്ടെങ്കിൽ, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾക്ക് പുറകിൽ നിന്ന് കൈത്താങ്ങൽ കൊടുത്ത അനേകരുണ്ട്. അവരുടെ ജീവിതമാണ് അവരുടെ സാക്ഷ്യം. യേശുക്രിസ്തു മതവിഭാഗഭേദമന്യേ ലോക രക്ഷകനായി ഈ ഭൂമിയിൽ അവതരിച്ച് നമ്മളെ മാറ്റിയെടുത്ത് നമ്മൾക്ക് നന്മ ചെയ്ത് നമ്മളെ പ്ലസൻ്റാക്കി നിർത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈ മായയായ ലോകത്തിൽ നീ എന്നും തപ്പിപ്പിടിക്കാൻ ശ്രമിക്കരുത്. മായയെ കാണാനുള്ള കണ്ണാടി ഉണ്ടായിരിക്കണം. കാണുമ്പോൾ ഇത് മനോഹരമാണെന്ന് ലോകത്തിൻ്റെ കണ്ണുകളിൽ തോന്നും. ധാരാളം ആഹാര സാധനങ്ങൾ, നമ്മൾക്ക് രുചികരമായ ആഹാര സാധനങ്ങൾ ധാരാളം കാണുമ്പോഴും നമ്മൾ കഴിക്കാൻ ഒക്കുകയല്ല. എല്ലാം കഴിക്കാനൊക്കെ ഒരു മനുഷ്യന് ആവശ്യമായ ആഹാരമല്ലേ കഴിക്കാനൊക്കെ ഉള്ളൂ. അത് ശരീരത്തിൻ്റെ ബലത്തിനും ശരീരത്തിൻ്റെ നടത്തിപ്പിനും ആവശ്യമായ ആരോഗ്യത്തിന് വേണ്ടി. നമ്മൾക്ക് എങ്ങനെയാണ് അതിനെ നിലനിർത്താൻ സാധിക്കുന്നത്? അതുകൊണ്ട് ഈ വചനത്താൽ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഇതിങ്ങനെയാണ് ഈ ഭൂമിയിൽ ഇങ്ങനെയാണ് ദൈവം വച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും ഇതിൽ എപ്രകാരമായിരിക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഫൈനലി ഒന്നും നേടാൻ സാധിക്കാത്ത, ഫൈനലി ജീവിതം ഒരു ബിഗ് സീറോ ആയി ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, നിങ്ങളൊരു ബിഗ് സീറോ അല്ല. നിങ്ങൾ ദൈവത്തോടു കൂടിയാണെങ്കിൽ നിങ്ങളൊരു ബിഗ് ഹീറോ ആണ്. നിങ്ങൾ ദൈവത്തിനുള്ളവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിനുള്ളവനും ദൈവത്തിൽ നിന്നുള്ളവരും ദൈവത്താൽ നയിക്കുന്നവനും ദൈവത്താൽ നടത്തപ്പെടുന്നവനുമാണെങ്കിൽ ഒന്നും സംഭവിക്കാതെ കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ, ഈ വാക്യങ്ങളാൽ നമ്മൾ ശക്തിപ്പെടണം. ഒന്നും മായയാണ്, ലോകമാണ്, സങ്കടകരമാണ്, വേദന നിറഞ്ഞതാണ് എന്ന് ചിന്തിച്ചോളൂ. ഇതൊന്നും സന്തോഷം തരുന്നതല്ല. ദൈവികമായ വചനവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവവുമാണ് എന്നെ നിങ്ങളെ ബലപ്പെടുത്തുന്നത്. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിച്ചുവെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ വചനം നിൻ്റെ മക്കളുടെ ഭവനത്തെ മാറ്റിമറിച്ചു കൊള്ളണമേ. ഈ വചനത്താൽ നിൻ്റെ മക്കൾ ഓരോരുത്തരും പുതിയ ശക്തിയും പുതിയ കൃപയും പ്രാപിക്കണമേ. പുതിയ ശക്തിയും പുതിയ കൃപയും പ്രാപിച്ച് പുതിയ ആത്മാവിലായിത്തീരണമേ. നിൻ്റെ മക്കളുടെ രോഗങ്ങളെ, നിൻ്റെ മക്കളുടെ ക്ഷീണങ്ങളെ, ഭാരങ്ങളെ, സങ്കടങ്ങളെ, വേദനകളെ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരെ, പ്രായമുള്ളവരെ ഓർത്ത് ഭാരപ്പെടുന്നവരെ, മക്കളുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഓർത്ത് ഭാരപ്പെടുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചാനലിനായി എല്ലാ പ്രവർത്തകർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ നിൻ്റെ മക്കൾ
ശക്തി പ്രാപിച്ച് മുൻപോട്ട് പോകാൻ സഹായിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു.